ബന്ധപ്പെട്ട് സിഹിറുമായി ബന്ധപ്പെട്ട ചോദ്യം കൂടി. അജ്വാ കാരക്ക തിന്നാൽ സിഹിർ ഫലിക്കില്ല എന്ന് ബുഖാരിയിലുണ്ടല്ലോ. ഷഫീഖ് അസ്ലം മൗലവി ആ ഹദീസുകളെ നിഷേധിക്കുന്നു. അതിന്റെ പ്രതി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ പ്രതിക്ക് പറയാനുള്ളത് പറയും. അതിന്റെ മുമ്പ് ഞാൻ ആ ഹദീസ് ഒന്ന് വായിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഷഫീഖ് അസ്ലം മാത്രം അത് പറഞ്ഞ പോലെ നമ്മളും പറയണല്ലോ എന്ന് ഇങ്ങനെ തോന്നും. അതിന്റെ മുമ്പ് നേരത്തെ അലിമദനി വായിക്കാതെ ഒഴിവാക്കിയൊരു വിഷയം, ഇത് ഇനി പഠിക്കേണ്ട ആൾക്കാർ പഠിച്ചോളൂ. ഇപ്പൊ സിഹിറിൽ വിശ്വസിച്ച എങ്ങനെ ശിർക്കാകാന്ന് ചോദിച്ചല്ലോ. നിങ്ങൾക്ക് ഞാനോ അലിമദനിയോ ഷഫീഖ് അസ്ലമോ ഒന്നും പറയണ്ട. KNMന്റെ വിദ്യാഭ്യാസ ബോർഡ് ഇപ്പൊ മദ്രസക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബുക്ക്, നിങ്ങളെ കുട്ടികളെ ബുക്കിൽ പോവുക, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പോവുക, സ്വഭാവ പാഠങ്ങൾ എന്ന ബുക്ക് എടുക്കുക, എന്നിട്ട് ഇതാണ് വായിച്ചു നോക്കുക. പാഠം 2 അസ്സിഹ്റു മാരണം. അതിൽ പറയുന്നുണ്ട് അന്യരെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് മിക്ക സിഹ്റും നടന്നത്. ഒരു ഭാഗം നേരത്തെ ഷഫീഖ് അസ്ലം ഒരു വായിച്ചു നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് അത്തരം സിഹറുകൾ പാപമാണ്. അതിനു പുറമെ ഗൂഢവും, ഇനിയുള്ള പറഞ്ഞല്ലോ കേട്ടോടി, അതിനു പുറമെ ഗൂഢവും അജ്ഞാതവുമായ വഴിക്കാണ് സിഹിറിന്റെ ഫലം പ്രതീക്ഷിക്കുന്നത്. അജ്ഞാത ശക്തികളെ ആശ്രയിക്കുന്നത് കുഫറും ഷിർക്കുമായി തീരും. KNM പഠിപ്പിച്ചത്. അപ്പൊ എങ്ങനെയാ സിഹിർ കൊണ്ട് കുഫറിയത്ത് വരിക എന്ന് മനസ്സിലായില്ലേ? കാരണം എനിക്ക് സിഹിർ തട്ടുന്ന് ഞാൻ അങ്ങനെ പേടിച്ച് നടന്ന അതിന്റെ അർത്ഥം എന്താ? അഭൗതികമായ ശക്തിക്ക് അഭൗതികമായ രൂപത്തിൽ എനിക്കു രക്ഷാശിക്ഷകൾ ചെയ്യാൻ കഴിയും എന്ന വിശ്വാസ. അതാണ് ഗൂഢമായി ഫലം പ്രതീക്ഷിക്കുക. അത് ഷിർക്കിലേക്കും കുഫ്രിയത്തിലേക്കും എത്തിക്കുന്നതാണ്. നമ്മളെ ആരൊക്കെ എല്ലാ സുജായികളും എഴുതിയ ബുക്ക് ഇതുപോലെ അത് മതി കേട്ടോ. ഒന്നാമത്തത് ഞാൻ കൂടുതൽ വായിച്ച ബാക്കി പിന്നീട് മന്നത്ത അറാഫൻ എന്ന ഹദീസൊക്കെ ഉണ്ട്. ഞാന് എന്റെ ഷഫീഖ് പോലും നിങ്ങൾ അജീവ പോയോ? ഒന്ന് ഇനി പഠിക്കേണ്ട കുട്ടികളാരെന്നെ പഠിച്ചോളി. സഹീഹുൽ ബുഖാരി കിതാബു ത്വിബ് ബാബു ദവായി ബിൽ അജ്വത്തി ലിസ്സിഹിരി. ഇതാണ് ഇമാം ബുഖാരി ഈ ബാബിന് പേര് കൊടുത്ത്. എന്നിട്ട് ഇങ്ങനെ പറയാ, ഹദ്ദസന അലി ഹദ്ദസന അലി, അലി എന്നോട് പറഞ്ഞു. ഇമാം ബുഖാരി പറയാ അലി എന്നോട് പറഞ്ഞു, അലി അങ്ങനെ അങ്ങനെ പോയിട്ട് മനിസ്തബഹ കുല്ലയവും തമറാത്തി അജ്വ ലം യളുറുഹു സുമ്മുൻ വലാ സിഹ്റുൻ ദാലിക്കൽ യൗമി ഇലൽ ലൈലി വഖാല ഗൈറുഹു സബഅ തമറാത്തിൻ. ഇമാം ബുഖാരി എന്നോട് അലി പറഞ്ഞു. അലിനോട് ആരാ പറഞ്ഞത്? മർവാൻ പറഞ്ഞു. മർവാനോട് ഹാഷിം പറഞ്ഞു. ഹാഷിമിനോട് ആമിർ ഇബ്നു സഅദ് പറഞ്ഞു. ആമിർ ഇബ്നു സഅദിനോട് അദ്ദേഹത്തിന്റെ വാപ്പ പറഞ്ഞു. എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരാള് എല്ലാ ദിവസവും രാവിലെ അജ്വ കാരക്ക തിന്നാൽ, ഇവിടെ എങ്ങനെയുള്ളൂ, പക്ഷെ വേറെ റിപ്പോർട്ടിൽ സബഅ തമറാത്ത് 7 കാരക്ക തിന്നാൽ 2 കാര്യം അവന് ഫലം ചെയ്യൂല, എന്നുവെച്ചാൽ സ്പർശിക്കൂല, ബാധിക്കൂല. ഒന്ന് സുമ്മുൻ വിഷം, 7 കാരക്ക തിന്നാൽ. അപ്പോഴാണ് ഷഫീഖ് അസ്ലം മൗലവി, ഇത് നമ്മളെ ജിന്നു വിഭാഗം പറയില്ല ഇങ്ങോട്ട് ഉണ്ടോ, 7 കാരക്ക എന്നാ വിഷം ബാധിക്കൂല എന്ന് പോലും പറയില്ല. ഓല് ജിന്നിന്റെ ആൾക്കാരായ സെഹിറിന്റെ ആൾക്കാരായതുകൊണ്ട് അത് കേട്ട ഇമേ തൂങ്ങും, സെഹിർ ബാധിക്കൂല എന്നേ പറയുള്ളൂ. ഷഫീഖ് അസ്ലം മൗലവി അതിന്റെ ആദ്യ ഭാഗം പറഞ്ഞു, അല്ല നിങ്ങൾക്ക് റസൂലുള്ള പറഞ്ഞതാ ഈ ഹദീസിന് ഉറപ്പാണല്ലോ. ബുഖാരി നീ ഉറപ്പാണല്ലോ. നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങളൊന്ന് കുടിച്ചു കാണിച്ചു ചങ്ങായിമാരെ. ഒരാൾ കത്തി ഇങ്ങനെ കാണിച്ചത്, നല്ല മൂർച്ചല്ല കത്തിയാണ്, ഇതുകൊണ്ട് വെട്ടിയാൽ മുറിയുന്നതാണ്, പരിക്ക് പറ്റുന്നതാണ്. ഈ പറയണ ഓനത് ഉറപ്പിന് എന്നൊന്ന് വെട്ടി കാണിച്ചുള്ളത് വെട്ടി കാണിച്ചു തന്നാ പോരെ അല്ലേ? ഏറ്റവും വലിയ പ്രാക്ടിക്കലായിട്ടുള്ള ആ ഉറപ്പത്തിലല്ലേ. എന്നാ ജിന്നു വിഭാഗം ആൾക്കാർ റസൂലുള്ള പറഞ്ഞത് ഉറപ്പാണ്. അപ്പോഴാണ് ഷഫീഖ് അസ്ലം മൗലവി പറഞ്ഞത്, എന്തെങ്കിലും കുടിച്ചാൻ പറഞ്ഞേ? കുരുടാൻ പറഞ്ഞിട്ടൊരു വിഷമുണ്ട്. ജിന്നി വിഭാഗമേ നിങ്ങൾ 7 കാരക്ക കഴിച്ചോളി, എന്നിട്ട് നിങ്ങൾ വിഷം കഴിച്ചിട്ട് മരിക്കാക്കണം കാണട്ടെ. അപ്പോൽക്കും ധൈര്യമില്ല, അപ്പോൽക്കും സംശയമായി, ഇത് റസൂല് പറഞ്ഞാണോ ഉറപ്പ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു വിഷയത്തിൽ എന്റെ ഹബീബ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്താണ് കാണിച്ചു കൊടുക്കും.
അതായത് ഹബീബായ റസൂലുള്ള പറഞ്ഞണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് ചെയ്ത് കാണിച്ചു, കാരണം എനിക്ക് ഉറപ്പാ റസൂൽ അങ്ങനെ പറയണോ അങ്ങനെയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടെന്നാ പിന്നെ എന്താ എനിക്കിത് വിശ്വസിക്കാത്തത്? ഇതെന്താ വിശ്വസിക്കാത്തത്? പറഞ്ഞുതരാം. എന്നോട് അലി പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയാ, ആരാ ഈ അലി? ബുഖാരിയോട് അലി പറഞ്ഞു കൊടുത്തു ഈ കഥ. ആരാണ് അലി? ലം അറഹു മൻസൂബൻ ഫീ ശൈഇൻ മിന റിവായത്തി. കണ്ടോ, അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചേർക്കപ്പെട്ടത് കണ്ടില്ല. ലാക്കിൻ ജസമ അബൂ നഈം ഫിൽ മുസ്തഖ്റജ് ബി അന്നഹു അലി ഇബ്നു അബ്ദുല്ലാഹ് യാനി ഇബ്നുൽ മദീനി. ഈ അലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂ നഈം മുസ്തഖ്റജിൽ പറഞ്ഞിട്ടുണ്ട് അത് അലി ഇബ്നു അബ്ദുള്ളയാണെന്ന് വെച്ചാൽ അലി ഇബ്നുൽ മദീനിയാണ്. ഒബിദാലിക ജസമൽ മസ്സി ഫിൽ അത്റാഫി. ഇമാം മുസ്സി അതുപോലെ തന്നെ അത്റാഫിലും പറഞ്ഞു. പക്ഷേ ഓ ജസമൽ കറമാനി, ഇമാം കറമാനി ബുഖാരിന്റെ ആദ്യ സ്ഥാനത്തേക്ക് ഏകദേശം വരുന്ന ക്വാളിഫിക്കേഷനിലെ വലിയ പണ്ഡിതനാണ് ഇമാം കറമാനി. അദ്ദേഹം പറഞ്ഞു, അയ്യേ ഇത് അലി ഇബ്നു മദീനി അല്ല, പിന്നാരാ ബി അന്നഹു അലി ഇബ്നു സലമത്തുൽ ലബഖിയാണിത്. ഇപ്പൊ ആരാ അലി? ഏതലിയ ബുഖാരി ഇമാമിനോട് പറഞ്ഞു കൊടുത്തത്? അത് ഇങ്ങോട്ട് തെളിയിച്ചു കൊണ്ടുവരി. അതിങ്ങോട്ട് തെളിയിച്ചു കൊണ്ടുവരി. ഏത് അലിയ പറഞ്ഞത്? രണ്ടു പണ്ഡിതന്മാര് അല്ല രണ്ടിലധികം പണ്ഡിതന്മാര് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് ഇതേ പറഞ്ഞു, ഈ വിഷയത്തില് പഴയ ഒരു കാര്യമൊന്നും എനിക്ക് പറയാനുമില്ല. കണ്ടോ? അപ്പൊ അങ്ങനെ ആയപ്പോ നമുക്കിത് സംശയമായി, ഇത് ഏതാ അലിയ? ഒരു ഹദീസിന്റെ കോലാണ്. ഇനി രണ്ടാമത്തെ ഒരു ഹദീസും അജിവാകാരക്കന്നെ പറഞ്ഞുതരാം. നല്ലോണം കേട്ട് പഠിച്ചോളി എന്റെ സഹോദരന്മാരെ. ബഹുമാനായ ഷെഫീഖ് അസ്ലമിനെ വെറുതെ തിന്ന് നടക്കുന്ന കുറെ ടീമുണ്ട്. നിങ്ങളിവിടെ കമ്മിയാണെങ്കിലും മലബാറിൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വശം അദ്ദേഹം തന്നെ പറയും. പക്ഷെ ഇതിന്റെ ഹദീസിന്റെ ഒരു വിഷയം ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? ഈ അലി ആരാ? അവ്യക്തനായ ഒരാളാണ് ഈ സംഭവം പറഞ്ഞു കൊടുക്കുന്നത്. അവ്യക്തതയിലുള്ള റസൂലുള്ളാഹിന്റെ സംഭവം പറഞ്ഞ വ്യക്തത വരുമോ? ഉണ്ടാകൂല. ഇനി പിന്നെ ഇമാം ബുഖാരി കൊടുത്ത മറ്റൊരു ഹദീസ്, ഹദ്ദസന ഇസ്ഹാഖ് ഇബ്നു മൻസൂർ അഖ്ബർന അബൂ ഉസാമ ഹദ്ദസന ഹാഷിം ഇബ്നു ഹാഷിം ഖാല സമീഅതു ആമിർ ഇബ്നു സഅദ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇതിലുള്ള എന്താ? ഇതേ കാരക്കന്റെ കഥ പറഞ്ഞിട്ട് ഇമാം ഖത്താബി പറയാ. ഇമാം ഖത്താബി ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ പോലെ ഇമാം ബുഖാരിയുടെ സഹീഹിന് ശറഹ് എഴുതിയ ലോകത്ത് അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതരാണ്. അദ്ദേഹം പറയാണ്, കൗനുൽ അജ്വത്തി തൻഫഉ മിനസ് സുമ്മി വസ്സിഹ്രി ഇന്നമാ ഹുവ ബിബറകത്തി ദഅവത്തി നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആന്റെ ബർക്കത്താണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. അതവിടെ മനസ്സിൽ വെക്കിട്ട് ആ പറഞ്ഞു കേട്ടോളി. എന്നിട്ട് വേറെ ചില പണ്ഡിതന്മാർ പറയാണ്, പിന്നെ ലി തംറിൽ മദീനത്തി ലാലി ഹാസിയത്തിൻ ഫി തംരി. അതിൽ തംറിന് അങ്ങനത്തെ ഒരു പ്രത്യേക ബർക്കത്ത് ഉണ്ടായതുകൊണ്ടല്ല, അത് മദീനത്തെ കരക്ക ആയതുകൊണ്ടാണ്. അങ്ങനെയാണ് കേട്ടോ. ആദ്യം പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. എന്നാ ഷെയ്ഖ് ഇബ്നുത്തീം പറഞ്ഞു, യഹ്തമിലു അൻ യകൂനൽ മുറാദു നഖ്ലൻ ഖാസൻ ബിൽ മദീനത്തി ലാ യുറഫുൽ ആൻ. ഷെയ്ഖ് ഇബ്നുത്തീം പറയാ, ഒരു പക്ഷേ ഈ അജ്വ എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് മദീനയിൽ ഉണ്ടാക്കിയ വല്ല കാരക്കായിരിക്കും, ഇന്നിപ്പോ അറിയില്ല. നോക്കി നിങ്ങൾ ഇപ്പൊ എത്ര അഭിപ്രായമായി? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്ക് ഇങ്ങനെ അവ്യക്തമായി നിൽക്കുമ്പം അതെങ്ങനെ നമുക്ക് ഉറപ്പിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു പക്ഷേ റസൂലുള്ളാന്റെ കാലത്ത് മാത്രം പരിമിതപ്പെട്ടതായിരിക്കാം ഇത്. അപ്പൊ ഇന്നത്തോ അജുവന്നണോ തിന്നണ്ട, തിന്നാ ഫലം കിട്ടുവോ? കിട്ടൂല. അത് ഇപ്പൊ എന്ത് ചെയ്യണം? മാസിരി, ഇമാം മാസിരി പറഞ്ഞു, ഹാദാ മിമ്മാ ലാ യുഅഖലു മഅനാഹു ഫീ തരീഖ് ഇൽമി തിബ്ബി. വൈദ്യശാസ്ത്ര വിഷയത്തിൽ ഈ പറഞ്ഞ ആശയം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഇമാം മാസിരി സക്കരിയ സലാഹിന്റെ ടീം അല്ലട്ടോ, ബുദ്ധി ഉപയോഗിക്കാന്നുള്ള അഭിപ്രായത്തിലാ. അല്ലെങ്കിലും പൂർവിക പണ്ഡിതന്മാരും സലഫുകളൊക്കെ അങ്ങനെ. ഈ ആധുനിക മുബ്തദീങ്ങളാ ഈ പൊട്ടതരം പറഞ്ഞുണ്ടാക്കുന്നത്. അതെന്താ? ചോദ്യം ചെയ്യും പേടിച്ചിട്ട്. ചോദ്യം ചെയ്യും, ബുദ്ധിയാണ് ഉപയോഗിക്കും മുജാഹിദുകള്. AP മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആവറേജ് ഇല്ലോനെ മുജാഹിദാകാൻ പറ്റുള്ളൂ. ആവറേജിന്റെ അബോ ആവറേജ് ഉണ്ടാവണം, എന്നാലേ അവന് മുജാഹിദാകാൻ പറ്റുള്ളൂ. അതിന്റെ താഴെല്ലോനോ മന്ദബുദ്ധി, ഓന് സുന്നിയനെ ആണ്ടിയിരുന്നു.
അപ്പൊ സുന്നീസത്തിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചാ ബുദ്ധി ഉപയോഗിക്കാതെ പൊട്ടന്മാരാക്കുക. അപ്പൊ എന്തുണ്ടാവൂല, ചോദ്യം ചെയ്യൽ വരൂല. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കണ്ട. ഇദ്ദേഹം പറഞ്ഞോ, ഈ അജുവാക്കാരൊക്കെ തിന്നാ വിഷം പറ്റൂല എന്നുള്ള കാര്യം മെഡിക്കൽ സയൻസിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇമാം ആസിരി പറഞ്ഞല്ലേ ശരി? ഏതെങ്കിലും ഒരു മെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ സഹോദരന്മാരെ, ഈ കിതാബ് എഴുതിയിട്ട് എത്ര കൊല്ലായി നിങ്ങൾക്ക് അറിയോ? എത്ര കൊല്ലായി? 700കളിലാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി എഴുതിയിരിക്കുന്നത്. ഇന്ന് എത്ര? 1434. എത്ര കൊല്ലം മുമ്പ് എഴുതി വെച്ചാൽ അന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇല്ല. അതാ ഫുരുഡാൻ കുടിച്ചാണ് പോയിക്കാണ് നിങ്ങൾ കാരക്കെന്നാണ് മാറ്റുന്നതാണ് ഈ മൂപ്പര് വിളിച്ചാൻ പറയാനുള്ള കാരണം. കഴിഞ്ഞോ? ഒരു 2 കാര്യം. ഒലോ സഹ അയ്യുഹല്ലി മൻഫഅത്തി തംരി ഫി സുമ്മി വജുഹും മിൻ ജിഹത്തി ദിബ്ബി ലം യഖ്ദിർ അലാ ഇൽഹാരി വജിഹിൽ ഇഖ്തിസാരി അലാ ഹാദൽ അദദി അല്ലദി ഹുവ അസ്സബ്ഉ വലൽ ഇഖ്തിസാറു അലാ ഹാദൽ ജിൻസ് അല്ലദി ഹുവ അൽ അജ്വതു വലഅല്ല ദാലിക കാന ലി അഹ്ലി സമാനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസത്തൻ ഔ ലി അക്സരിഹിം ഇദ് ലം യസ്ബുത് അൽ ഇസ്തിംറാറു വുഖൂ അശ്ശിഫാഇ ഫീ സമാനിനാ ഗാലിബൻ. ഞാൻ അവിടെ വായിച്ചു നിർത്തിയാതി. കണ്ടോ? ആരത് പറഞ്ഞറിയോ? ഇത് പറഞ്ഞത് കാരക്കക്ക് ഈ വിഷം കുടിച്ച് മാറ്റാല ഫലം കിട്ടും എന്ന് വജ്ഹ് തിബ്, അതായത് വൈദ്യശാസ്ത്ര രൂപത്തിൽ തെളിയിക്കപ്പെടുകയാണെങ്കിൽ ലം യഖ്ദിർ അലാ ഇൽഹാരി വജ്ഹിൽ ഇഖ്തിസാരി അലാ ഹാദൽ അദദിൽ ലദി ഹുവ സബ്ഉ, 7 എന്ന് പറഞ്ഞൊരു അക്കത്തുമേ നിർത്തൽ ശരിയാവൂലല്ലോ. എന്താ 7 കൊണ്ടാണ് വിഷം കുടിച്ചൊന്നും പറ്റില്ല, 6 നിന്നാ വിഷം പറ്റുന്നും 7 നിന്നാ പറ്റൂല എന്നും 8 ആവാനും പാടില്ല, അങ്ങനത്തെ ഒരു കണക്കുണ്ടാവാൻ പാടില്ലല്ലോ. പണ്ഡിതന്മാര് ബുദ്ധി ഉപയോഗിക്കാതൊക്കെ ഇതൊക്കെ ഒന്ന് പോയി വായിച്ചു കൊടുക്കും ഈ മൗലിയന്മാർക്ക്, നമ്മളെ മൗലിയന്മാർക്ക്. ഇത് കിട്ടാത്ത കിതാബല്ല. ഇബ്നു ഹജറിന്റെ ഫത്ഹുൽ ബാരി. എന്നിട്ട് ഇത് മുഴുവൻ ഒളിപ്പിച്ച് വെച്ചാണ് സമൂഹത്തെ പറ്റിക്കാനായിട്ട് നുണയും പറഞ്ഞ് അങ്ങനെ നടക്കന്നെ. അതിന് സിന്ദാബാദ് വിളിച്ചാൽ കുറെ കൗമു. ഒന്ന് ആലോചിച്ച് നോക്കുക, മുജാഹിദുകളാണല്ലോ